എൻ്റെ മകൾ ഇംഗ്ലണ്ടിൽ പഠിച്ചിരുന്നു. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവൾ വളരെ നിർബന്ധിച്ചു ഇന്ത്യയിൽ തിരിച്ചു വരണമെന്ന്. ഐ ടോൾഡ് ഹർ ദാറ്റ് ഷീസ് എ ബാരിസ്റ്റർ. India is a land of opportunities and you don't have to go and live like a second class citizen in any other country. You can come back here. ആൻഡ് ഇപ്പോൾ ഇനിയുള്ള സമയം നല്ല സമയങ്ങളുമായിരിക്കും, അതിന് യു ഷുഡ് കം ബാക്ക് ഹിയർ. പക്ഷേ സാധാരണ ഫാമിലീസ് ചെയ്യുന്നത് കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് അമേരിക്കയിലേക്കൊക്കെ അയക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്ന കോമ്പൗണ്ടിലുള്ളതിൽ ഏതാണ്ട് ഒരു ഫോറിൻ സർവീസുകാരുടെ ഒരു കോമ്പൗണ്ടിലാണ് താമസിക്കുന്നത്. അതിൽ ഏതാണ്ട് ഒരു 75% ആളുകളെങ്കിലും ഇന്ന് വളരെ നൈരാശ്യത്തോടെ ജീവിക്കുകയാണ്. അവർക്ക് കുട്ടികളെ കാണാൻ 4-5 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഒന്ന് കാണാൻ പറ്റും. അവർക്ക് സമയമുള്ളപ്പോൾ അവരൊന്ന് വിസിറ്റ് ചെയ്യും അമേരിക്കയിൽ നിന്ന്. അല്ലെങ്കിൽ വളരെ സാഡായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സാണ്. അപ്പോൾ പക്ഷേ അതേസമയം അവരുടെ ചിന്താഗതിയിൽ ഇത് കടന്നുകൂടും. അമേരിക്ക ഈസ് എ സെക്കൻഡ് ഹോം. കുട്ടികൾ ജീവിക്കുന്ന നാടാണ്. അമേരിക്കയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് അവർക്ക് വലിയ താല്പര്യമുണ്ട്. അക്കാര്യം കൊണ്ട് മാത്രം താല്പര്യമുണ്ട്. അപ്പം അതിൻ്റെ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാകത്തില്ലേ മനസ്സിൽ. ഇപ്പോൾ എന്നെ കണക്കുള്ള ഒരാൾക്ക് ഒരു ഘട്ടം ജീവിതത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നാൽ കുട്ടികളെക്കുറിച്ച് വലിയ ഉത്കണ്ഠ ഉണ്ടാവില്ലേ? ഇന്ത്യയും ചൈനയും ആയിട്ട് നല്ല ബന്ധം വേണമെന്ന് പറയുമ്പോഴും പാകിസ്ഥാനും ചൈനയുമായിട്ടുള്ള ബന്ധം ഇതിനൊരു തടസ്സമല്ലേ? ഇപ്പൊ റീസെന്റ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്താണെങ്കിലും പാകിസ്ഥാന്റെ ആയുധങ്ങളുടെ മെജോറിറ്റി സപ്ലൈ ചെയ്തിരിക്കുന്നത് ചൈനയാണെന്നാണല്ലോ ഒരു ഫാക്ച്വലി അതാണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ഇംപ്രൂവ് ആവുക? ഇന്ത്യക്ക് ആ രീതിയിൽ ഭയപ്പെടാനുണ്ടോ? ഇപ്പം പാകിസ്ഥാനും അവകാശമില്ലേ? പാകിസ്ഥാൻ ആർമി പാടില്ല എന്ന് ഇപ്പം പുടിൻ യുക്രൈനൊക്കെ പറയുന്ന കണക്ക് നമുക്ക് പറയാൻ പറ്റുമോ? അവർക്കും അവരുടെ നാഷണൽ ഡിഫൻസ് ലെജിറ്റിമേറ്റ് അല്ലേ റിക്വയർമെൻറ്റ്സ്. അവർക്കും സോഴ്സ് ചെയ്യാനുള്ള അവരുടെ കഴിവനുസരിച്ച് പണം അനുസരിച്ച് ചൈനയുടെ വെപ്പൺസ് ചീപ്പാണ്. അവരവിടെ നിന്നും സോഴ്സ് ചെയ്യുന്നു. അതിൽ വാട്ട് ഈസ് എ പോയിന്റ് ഇൻ ഗെറ്റിംഗ് വർക്ക്ഡ് അപ്പ്? ആലോചിച്ച് നോക്കൂ. നമ്മൾക്ക് നോബഡി ഈസ് സ്റ്റോപ്പിംഗ് അസ് നമ്മളുടെ ഡിഫൻസ് കേപ്പബിലിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട്. നമ്മളും വെപ്പൺ സിസ്റ്റംസ് ഒക്കെ വാങ്ങുന്നില്ലേ? ഇപ്പം ഇന്നലത്തെ പത്രത്തിൽ കിടക്കുന്നതുകൊണ്ട് ഈ സ്റ്റെൽത്ത് ഫൈറ്റർ റഷ്യയിൽ നിന്ന് വാങ്ങാൻ പോകുന്നു. അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ? പാകിസ്ഥാൻ പ്രോളപ്പെടുന്നു ഇത് കേൾക്കുമ്പോൾ. നാഷണൽ ഡിഫൻസ് നീഡ്സ് ആർ എ ലെജിറ്റിമേറ്റ് കൺസേൺ ഫോർ എനി കൺട്രി. ഡിഫൻസ് ഡീൽസ് മാത്രമായിട്ട് കണ്ടാൽ മതി, അതിലപ്പുറം ഒരു ബന്ധം പാകിസ്ഥാനും ചൈനയുമായിട്ടില്ല. ആ രീതിയിലില്ല. അവിടെ അമേരിക്കയുടെ സ്വാധീനം ഒട്ടും കുറവല്ല. അവിടുത്തെ കോമ്പീറ്റിംഗ് ഇൻഫ്ലുവൻസസ് ചൈനയും അമേരിക്കയുമാണ് പാകിസ്ഥാനിൽ. അപ്പോൾ അത് തന്നെ ആലോചിച്ച് നോക്കിക്കോളൂ, പാകിസ്ഥാൻ ഏത് വിധത്തിൽ തന്ത്രപൂർവ്വം അതിനെ കൈകാര്യം ചെയ്യുന്നു എന്ന്. അപ്പം ചൈനയ്ക്കത് മനസ്സിലാകില്ലേ? ചൈനയ്ക്ക് മനസ്സിലാവുന്നുമുണ്ട്. ഇപ്പോഴാ സിപെക്കിൻ്റെ ആ മൊമെൻറ്റം എല്ലാം കുറഞ്ഞു. ഇപ്പോഴവർ ഈ ഇമ്രാൻഖാനെ പുറത്താക്കിയതിന് ശേഷം അമേരിക്കയുമായിട്ട് അടുത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഇപ്പോൾ അമേരിക്കയുമായിട്ട് വളരെ നല്ല ബന്ധത്തിലാണ്. അത് കാരണം ചൈനയെ ഒരു ബാക്ക് ബേണറിൽ വെച്ചിരിക്കുകയാണ്. പക്ഷേ ചൈനയ്ക്കും അവിടെ സ്വാധീനം വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഏത് രീതിയിലെല്ലാം സ്വാധീനം ഉണ്ടാക്കാം? ഒരു രീതിയിൽ സ്വാധീനം ഉണ്ടാക്കുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി പട്ടാളമാണ്. അപ്പോൾ അവരുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ അവിടുത്തെ സ്വാധീനം നിലനിൽക്കും. അതാണ് അവരുടെ താല്പര്യം. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇതൊക്കെയാണ് ഇതിലെ പ്രശ്നങ്ങൾ. ഇതൊക്കെയാണ് ഇത് റാഷണലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് ചൈനയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമ്മളെന്തിനാണ് തടയാൻ പോകുന്നത്? ഇരിക്കട്ടെ. ബുദ്ധിപൂർവ്വം ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ നല്ലവണ്ണം ബന്ധം ഇവരുമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവർ ഏത് രീതിയിലായിരിക്കും ഇതിനെ ചിന്തിക്കുന്നത്? ഇന്ത്യ ഈസ് ഇൻ എ ഡിഫറെൻറ്റ് ലീഗ് ഓൾ ടുഗെദർ. ഇപ്പോൾ ഇവിടുത്തെ സബ് കോണ്ടിനെൻറ്റിൽ വിത്ത് സച്ച് എ ഹ്യൂജ് മാസീവ് ഡൊമസ്റ്റിക് മാർക്കറ്റ് വിച്ച് ഈസ് ബിഗർ ദൻ ദാറ്റ് ഓഫ് യൂറോപ്പ്, ഇങ്ങനത്തെ ഒരു വിപണി തുടങ്ങുന്ന സമയത്ത് അവർക്ക് അൺടോൾഡ് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ? പാകിസ്ഥാൻ ഈസ് എ സ്മോൾ എൻറ്റിറ്റി ഇൻ കമ്പാരിസൺ. അപ്പോൾ അവർക്ക് അവരുടെ താല്പര്യങ്ങൾ എന്താണെന്നുള്ളതിനെ നിർവചിക്കാനുള്ള ശേഷിയില്ലെന്നാണോ നമ്മൾ പറയുന്നത്? ദേ വിൽ ഓൾസോ ബി. സോ ദെൻ വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദാറ്റ് ഇൻ ഫാക്ട് ടു ടെൽ ദം, കൺവേ ടു ദ പാകിസ്ഥാനീസ് ഓൾസോ. ആൻഡ് അനദർ തിങ് ഈസ് ചൈനയുമായിട്ട് നമ്മൾ നല്ല ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ബിഹേവിയറൽ പാറ്റേണിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അവർക്ക് പിന്നെ അല്ലാതെ സ്ഥായിയായിട്ട് ആരുമില്ല. നമ്മൾക്കിപ്പോൾ ഇന്ത്യയുടെ ബേസിക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ട്രംപിൻ്റെ ഈ ഫിനോമിനുമായിട്ട് നമുക്ക് ചില സ്വരച്ചേർച്ച ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെയും ഫണ്ടമെൻ്റലി വി ഹാവ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. റഷ്യ ഈ തരത്തിലുള്ള സെൽഫിഷ് ഇൻട്രസ്റ്റും ഇതൊക്കെ ആണെങ്കിലും ഇന്ത്യ ഉപദ്രവിച്ചിട്ടില്ല. ഇറ്റ്സ് എ ടൈം ടെസ്റ്റഡ് റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ചൈനയുമായിട്ടും കൂടെ നല്ല ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ
We are actually very uniquely placed, സത്യം പറയുകയാണെങ്കിൽ, in the emerging world order. ഈ എല്ലാ ബിഗ് പവേഴ്സുമായിട്ട് എത്ര കക്ഷികളെ ഇങ്ങനെ കാണാൻ പറ്റും? ഒരു ചെറിയ രാജ്യമായിരുന്നെങ്കിൽ അവർക്ക് എല്ലാവരുമായിട്ടും കുറച്ച് ബന്ധമാണ്. ഈ ഇന്ത്യ വെച്ചാൽ ബിഗ് എൻറ്റിറ്റി, ബിഗ് പ്ലെയർ. അവർക്ക് ഈ 3 ബിഗ് പവേഴ്സുമായിട്ടും വളരെ നല്ല രീതിയിൽ കൺസ്ട്രക്റ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതല്ലേ അത്? എൻ്റെ അഭിപ്രായത്തിൽ ഈ ഡിപ്ലോമസി ആ രീതിയിലാണ് ചിന്തിക്കാനുള്ളത്. So among the external affairs ministers you work with, who do you think had the most telling influence on India's foreign policy? Dinesh Singh. Dinesh Singh had the advantage also because he was, Nehru's confidant, and I've known him. I highly respect him because his capacity to look at anything through the prism of India's interest is never in doubt. And ഈ അവസാനത്തെ 94 ഇറാൻ്റെ സമയത്ത് വോട്ടിൻ്റെ കശ്മീരിന് നമ്മൾക്കായിട്ട് വോട്ട് ചെയ്ത സമയത്ത് അവർ നരസിംഹറാവു പറഞ്ഞ ആരെങ്കിലും അവിടെ പോകണമെന്ന് പറഞ്ഞു. ഹി സെഡ് സംബഡി ഷുഡ് ഗോ എന്ന് പറഞ്ഞു. ആൻഡ് ഹി ഹാഡ് ജസ്റ്റ് സഫേർഡ് സ്ട്രോക്ക് അറ്റ് ദാറ്റ് ടൈം, മാസീവ് സ്ട്രോക്ക് കേട്ടോ, ആൻഡ് ഹി വാസ് ബെഡ് റിഡൻ. സോ ദ അണ്ടർസ്റ്റാൻഡിങ് വാസ് ദാറ്റ് വൈകുന്നേരം ആവുന്ന സമയം പ്രധാനപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളുണ്ട്, ദീക്ഷിത് ഓർ വൺ ഓഫ് ദ ഓഫീസേഴ്സ് കൺസേൺ ഷുഡ് ഗോ ആൻഡ് ബ്രീഫ് ഹിം that this is what happened. He is a very committed man. He took his job very seriously. And he had a historical memory. ആദ്യത്തെ തവണ പണ്ഡിറ്റ്ജിയുടെ കൂടെ വർക്ക് ചെയ്ത ആളല്ലേ. സോ ഇത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഡയറക്റ്റീവാണ് ഇവിടുന്ന് ഒരു മിഷൻ പോകണമെന്നുള്ളത്. He picked up the phone and he told Prime Minister that he would go. So actually Narasimha Rao laughed. So how can you go? You cannot even walk straight. He said, no, I must go because I have dealt with Kashmir for so many years and I don't want to have, this sort of a end to my life that Kashmir again came up and I couldn't do anything about it. So it's very personal for me. And then Narasimha Rao actually agreed reluctantly. So then he told his office to call the Indian Air Force and take a plane, Air Force plane, with medical staff and all this kind of things. So then എന്നെ വലിയ ഇഷ്ടമായിരുന്നു പുള്ളിക്ക് കേട്ടോ. So he said, you come with me now. അങ്ങനെ ഞാനും കൂടെ പോയി അദ്ദേഹത്തിൻ്റെ കൂടെ, രാമു ദാമോദരൻ, മൈസെൽഫ് വൈബന്ധെ. സോ വെൻ ദെയർ അവിടെ തെഹ്റാൻ എയർപോർട്ടിൽ നിന്ന് പ്ലെയിൻ ഇറങ്ങിയപ്പോൾ അവിടെ എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ വന്ന അവരൊരു ഫോറിൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, വെലായത്തി എന്ന് കേട്ടിട്ടുണ്ടോ? വെലായത്തി വളരെ ഫേമസ് പേഴ്സണാണ്. ഹി ഈസ് എ മെഡിക്കൽ ഡോക്ടർ ബൈ പ്രൊഫഷൻ. സോ ഹി വാസ് ദെയർ ആൻഡ് when he saw us struggling, bringing him down from the aircraft, he rushed towards us in the tarmac plane there. And that is the first thing he asked is, he just asked, what is happening? Why are you coming like this? You are not at all in a position to travel. I can tell you like a doctor. You should never have taken this risk to come. അപ്പോൾ ഇദ്ദേഹത്തെ ചൊടിപ്പിച്ച് ഇതായിരുന്നു കാര്യം കേട്ടോ. ഇത് കശ്മീരിൻ്റെ ഒരു പ്രശ്നമാണെന്നുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. And then what happened is, എന്തായിരുന്നു പറഞ്ഞു വന്നത്? കഥ വിട്ടുപോയി. അത് കഴിഞ്ഞ് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് വി റാപ്ഡ് അപ്പ് എവറിത്തിങ് ആൻഡ് പ്ലെയിനിൽ തിരിച്ചു കയറാൻ നേരം അന്ന് രാത്രി ആണെങ്കിൽ തിരിച്ചു പോരാൻ വിചാരിച്ചു. അങ്ങനെ രാത്രി കയറാൻ വന്ന സമയത്ത് വേലായത്തി വന്ന് പറഞ്ഞു, എന്നോട് പറഞ്ഞു, മിനിസ്റ്റർ എടുക്കെ പറയണം that Iran will never allow this resolution to pass through the UN. എന്നിട്ട് അവിടെ ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ വാസ് ദെയർ ബൈ ചാൻസ്. ഹി അറേഞ്ച്ഡ് എ മീറ്റിംഗ് ഫോർ അസ് ആൻഡ് നട്ടു സിംഗ് എന്നോട് ചോദിച്ചു അദ്ദേഹത്തെ കാണുന്നതിൽ തെറ്റുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, ഇല്ല സാർ, എല്ലാം ഇത് വി ഷുഡ്, ബിക്കോസ് വി ഹാഡ് എ റിപ്പോർട്ട് ഇൻ ഡൽഹി, അസസ്മെൻറ്റ് ഇൻ ഡൽഹി ദാറ്റ് ദിസ് റെസൊല്യൂഷൻ വിൽ ക്ലിയർ ദ സെക്യൂരിറ്റി കൗൺസിൽ. അന്ന് റഷ്യയും എല്ലാം പോയി കഴിഞ്ഞു നമ്മുടെ സൈഡിൽ നിന്ന്. അവരുടെ ബോറിസ് യെൽസിൻ്റെ സമയത്ത് ബിൽ ക്ലിൻ്റൺ വാസ് എഗൻസ്റ്റ് us still. സോ അങ്ങനത്തെ ഒരു സാഹചര്യം പറഞ്ഞാൽ അതുകൊണ്ട് ആരുടെ നിന്ന് വേണമെങ്കിലും നമുക്ക് സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങണം. സോ വി ഷുഡ്. സോ വി മെറ്റ് ദ ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ ആൻഡ് വി ഗോട്ട് ഹിസ് പ്ലെഡ്ജ് ഓഫ് സപ്പോർട്ട്. He said this is a backlog of the colonial era and this is British people did it deliberately by creating a problem like this for you, and this is for you and Pakistan to sort out by yourself. This is not for the UN. Clear directive. And that when we came back, we understood from our ambassador in Geneva that the Chinese
from Beijing, they had already sent an instruction to this to stop this resolution. ഇതൊന്നും അറിയാത്ത ആളുകളുണ്ട് വെളിയിൽ കേട്ടോ. I don't know why our government doesn't publicize these things in an attempt to correct the narrative. ചൈനയുടെ ഈ ജനറോസിറ്റി ഇന്ത്യ കാണിച്ചിട്ടില്ല. ഇല്ല. എന്നിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ദിനേശ് സിംഗ് ഇവിടെ വന്നിട്ട് the biggest tragedy was that, that he died. This was his last diplomatic mission.